ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ് മ്യൂച്വൽ ഫണ്ടും അതുപോലെ HDFC ഫ്ലെക്സി ക്യാപ് മ്യൂച്വൽ ഫണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന രണ്ട് മ്യൂച്വൽ ഫണ്ട്സ് ആണ് ഈ പറയുന്ന പരാഗ് പരീഖും അതുപോലെ തന്നെ HDFC ഫ്ലെക്സി ക്യാപ് ഫണ്ടും. ഇപ്പോൾ എല്ലാവരും SIP ഫോളോ ചെയ്യുമ്പം SIP ചെയ്യുന്ന സമയത്ത് ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് ഇപ്പോൾ ഒരു ഡൗട്ടായിട്ട് നിൽക്കുന്നതാണ്. ഒരുപാട് ആൾക്കാർ ഇതിനെപ്പറ്റി ഒരുപാട് റിസർച്ചും കാര്യങ്ങളുമൊക്കെ നടത്തുന്നുണ്ട്. സോ ഇതിനെപ്പറ്റിയിട്ടൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിലേതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. സോ തുടക്കം മുതൽ അവസാനം വരെ മിസ് ചെയ്യാതെ കാണുക. ഓക്കെ, സോ ഈ പറയുന്ന മ്യൂച്വൽ ഫണ്ട്സ് എന്താണെന്ന് പറയുന്നതിന് മുൻപ് നമുക്കറിയേണ്ടത് ഈ ഫ്ലെക്സി ക്യാപ് മ്യൂച്വൽ ഫണ്ട്സ് എന്താണെന്നുള്ളതാണ്. സോ നോർമൽ മ്യൂച്വൽ ഫണ്ട്സിൽ നിന്ന് ഈ ഫ്ലെക്സി ക്യാപ് മ്യൂച്വൽ ഫണ്ട്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇത് എല്ലാ ടൈപ്പ് ഓഫ് ഇക്വിറ്റി ഫണ്ട്സിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഓൾ കാറ്റഗറി, അതായത് ലാർജ് ക്യാപ്പിലും മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഒരുപോലെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഒരുപോലെ എന്ന് പറയുന്നത് മാർക്കറ്റിലെ ചേഞ്ചിങ് സിറ്റുവേഷൻസ് അനുസരിച്ച്, മാർക്കറ്റിൻ്റെ കണ്ടീഷൻസ് അനുസരിച്ച് ഫണ്ട് മാനേജർക്ക് വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന മ്യൂച്വൽ ഫണ്ട്സാണ് ഈ ഫ്ലെക്സി ക്യാപ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഒരിക്കലും ലാർജ് ക്യാപ്പിൽ മാത്രമോ അല്ലെങ്കിൽ മിഡ് ക്യാപ്പിൽ മാത്രമോ അല്ലെങ്കിൽ സ്മോൾ ക്യാപ്പിൽ മാത്രമോ അല്ല ഫണ്ട് മാനേജർ നമ്മുടെ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. നേരെ മറിച്ച് ഇതിൽ മൂന്നിലും കൂടെ ആയിട്ടായിരിക്കും മേ ബി മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻസ് അനുസരിച്ച് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നു, ഫണ്ട് മാനേജർക്ക് മാർക്കറ്റ് സ്ട്രാറ്റജി മാറി മാറി ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നു എന്നുള്ളതാണ് ഈ ഫ്ലെക്സി ക്യാപ് മ്യൂച്വൽ ഫണ്ട്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിൽ വരുന്ന ഒന്നാമത്തതാണ് പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ് മ്യൂച്വൽ ഫണ്ട്സ്. പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ് ഫണ്ട്സ് ഫണ്ട് മാനേജർ അല്ലെങ്കിൽ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി എന്ന് പറയുന്നത് PPFAS ആണ്. ആൻഡ് ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്സിനാണ്. നമ്മുടെ സെബിയുടെ ഗൈഡ് ലൈൻസ് പ്രകാരം മ്യൂച്വൽ ഫണ്ട്സ് നിർബന്ധമായിട്ടും 65% അവരുടെ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പം ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനകത്ത് 35%ഓളം ഇൻ്റർനാഷണൽ കമ്പനീസിലാണ്. അതായത് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്ന ഏതൊരു ഇൻവെസ്റ്റർക്കും പരാഗ് പരീഖ് നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ ഇവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ലോങ് ടേം വെൽത്ത് ക്രിയേഷനാണ്. അതായത് ലോങ് റണ്ണിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കായിരിക്കും ഇതെപ്പോഴും നല്ലത്. അതുപോലെ തന്നെ ഇത് ഒരു കോൺസെൻട്രേറ്റഡ് പോർട്ട്ഫോളിയോ ആണ്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകതയായിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ള HDFC ഫ്ലെക്സി ക്യാപ് ഫണ്ടാണ്. ഇതും ഒരു ഫ്ലെക്സി ക്യാപ് ഫണ്ടാണ്. ഇതിൻ്റെ അസറ്റ് മാനേജർ എന്ന് പറയുന്നത് HDFC ആണ്. ആൻഡ് ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതായത് ഇവർ ഇന്ത്യൻ ഇക്വിറ്റീസിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ, ഫോറിൻ കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. ഇനി ഇവരുടെ ഗ്രോത്ത് സ്ട്രാറ്റജിയെ പറ്റി പറയുമ്പോൾ ഇവർ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കമ്പനീസിൽ, അതായത് നല്ല ഫണ്ടമെൻ്റൽസ് ഉള്ള കമ്പനിയിലാണ് ഇവർ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്, ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ഹോൾഡിങ്സ്, ഇവർ ഒരുപാട് കമ്പനീസിൽ ഇവരുടെ ഹോൾഡിങ്സ് കീപ്പ് ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മളിവിടെ പറഞ്ഞു പരാഗ് പരീഖ് എന്ന് പറഞ്ഞ കോൺസെൻട്രേറ്റഡ് പോർട്ട്ഫോളിയോ ആണ്. അതായത് ഇവർ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള കമ്പനീസിലാണ് ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവരെന്ന് പറയുന്നത് അങ്ങനെയല്ല. ലാർജ് നമ്പർ ഓഫ് ഹോൾഡിങ്സ് ആണ് ഇവർക്കുള്ള, ഡൈവേഴ്സിഫൈഡ് ആണ്. ഒന്നിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ പല സെക്ടേഴ്സിൽ ഇവർ ഹോൾഡിങ്സ് ചെയ്യുന്നുണ്ട്. ഇവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റൈൽ എന്ന് പറയുന്നത് അഗ്രസീവ് ആയിട്ടുള്ളതാണ് ഇവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇനി ഇവരുടെ രണ്ടുപേരുടെയും പെർഫോമൻസും വോളറ്റാലിറ്റിയും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യണം. ഇതൊരു ലാസ്റ്റ് 5 ഇയേഴ്സിലെ ഒരു കമ്പാരിസൺ ആണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. ഇത് റിട്ടേൺസ് എന്ന് പറയുമ്പോൾ പരാഗ് പരീഖിന് കുറച്ചും കൂടെ സ്റ്റേബിൾ ആയിട്ട് അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു റിട്ടേൺ ആണ്. പക്ഷേ HDFCക്ക് നല്ല ഹയർ റിട്ടേൺ ആണ്. നമ്മളൊരു ലാസ്റ്റ് 5 ഇയേഴ്സിൽ ഒരു കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ HDFCക്ക് വളരെ ഹയർ ആയിട്ടുള്ള ഒരു റിട്ടേൺസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇനി വോളറ്റാലിറ്റി എന്ന് പറയുന്നത് പരാഗ് പരീഖിന് വളരെ കുറവാണ്. ഇതിന് റീസൺ എന്ന് പറയുന്നത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇവർ ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അതായത് ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇന്ത്യക്ക് പുറത്തുള്ള കമ്പനീസിലും ഫോറിൻ കമ്പനീസിലും ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലോ ഡെപ്റ്റ് ആൻഡ് ഹൈ ROI പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനീസിലാണ് ഇവർ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിലെ അപ്സ് ആൻഡ് ഡൗൺസ് ഇവരെ ഒരു പരിധി വരെ മാത്രമേ അഫക്റ്റ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് പരാഗ് പരീഖിൻ്റെ സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഫണ്ട്സ് എന്ന് പറയുന്നത് വളരെ ലോവർ വോളറ്റാലിറ്റി എന്ന് പറയുന്നത്. പക്ഷേ HDFCയുടെ കേസിൽ അങ്ങനെയല്ല. ഇവരുടെ ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വോളറ്റൈൽ ആയിരിക്കും. ആൻഡ് ഇവർ രണ്ടുപേരും ലോങ് റണ്ണിലേക്ക് അല്ലെങ്കിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുന്നവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ബെനഫിഷ്യൽ ആയിട്ടുള്ളത്.
ഇനി നമ്മളുടെ പോർട്ട്ഫോളിയോ തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോക്കാം. പരാഗ് പരീഖിന് 30% ഫോറിൻ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. പക്ഷേ HDFC അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് മുഴുവനും ഡൊമസ്റ്റിക് ഇക്വിറ്റീസിലാണ്. ആൻഡ് ഇവർ പ്രിഫർ ചെയ്യുന്ന സെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ പരാഗ് പരീഖ് പ്രിഫർ ചെയ്യുന്ന സെക്ടേഴ്സ് IT, ഫൈനാൻഷ്യൽ ആൻഡ് കൺസ്യൂമർ സർവീസിലാണ് ഇവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ HDFC എന്ന് പറയുന്നത് കുറച്ചുകൂടെ വൈഡ് ആയിട്ടാണ് ഫിനാൻസ്, ഓട്ടോ, ഫാർമസ്യൂട്ടിക്കൽ അല്ലെങ്കിൽ എനർജി കൺസംഷൻ ഇങ്ങനെയുള്ള സെക്ടേഴ്സിലും ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് പരാഗ് പരീഖിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആണ്. അതായത് ഫ്യൂവർ സ്റ്റോക്സ് ആണ്, വളരെ കുറഞ്ഞ സ്റ്റോക്സിലായിരിക്കും ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവരെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള മെത്തേഡാണ് HDFC കുറച്ചും കൂടെ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ വീഡിയോസ് എല്ലാം കണ്ടു. നിങ്ങൾക്ക് ഏറ്റവും ബ്രീഫായിട്ട് അറിയാൻ താല്പര്യം നിങ്ങളുടെ ഓരോരുത്തരുടെ സിറ്റുവേഷൻ അനുസരിച്ച് ഇതിൽ ഏതാണ് ബെസ്റ്റ് എന്നുള്ളതാണ്. സോ ഞാൻ ഈ വീഡിയോനെ ഒന്ന് ബ്രീഫ് ചെയ്ത് പറയാം. സോ നിങ്ങളെന്ന് പറയുന്നത് പുതിയൊരു ഇൻവെസ്റ്റർ ആണെങ്കിൽ, ന്യൂ ഇൻവെസ്റ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ബെറ്റർ പരാഗ് പരീഖ് ആയിരിക്കും. കാരണം ഇതിൻ്റെ വോളറ്റാലിറ്റി വളരെ കുറവാണ്. അതായത് നിങ്ങൾ ഭയങ്കര വോളറ്റാലിറ്റി ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ പുതിയൊരു ഇൻവെസ്റ്റർ ആണ്, നിങ്ങൾ സ്റ്റാർട്ടർ ആണ്, നിങ്ങൾക്ക് എപ്പോഴും പരാഗ് പരീഖ് ആയിരിക്കും നല്ലത്. ഇനി നേരെ തിരിച്ച് നിങ്ങൾക്ക് മാർക്കറ്റ് സൈക്കിൾസിലെ അപ്സ് ആൻഡ് ഡൗൺസ് നിങ്ങൾക്ക് ഓക്കെ ആണ്, നിങ്ങൾക്ക് അതിലൊരു പ്രശ്നവുമില്ല, നിങ്ങൾ എയിം ചെയ്യുന്നത് ഹൈ റിട്ടേൺ ആണെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ HDFC ആയിരിക്കും. ഇനി ഡൈവേഴ്സിഫിക്കേഷൻ്റെ കേസ് നിങ്ങൾക്ക് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരാഗ് പരീഖ് ആയിരിക്കും നല്ലത്. ഇനി അതല്ല, നിങ്ങൾക്ക് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി, ഇന്ത്യൻ ഇക്വിറ്റീസിൽ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് മതിയെങ്കിൽ നിങ്ങൾക്ക് HDFC ആയിരിക്കും പ്രിഫർ ചെയ്യാവുന്നത്. ഇനി ഫണ്ട് മാനേജർ സ്റ്റൈൽ വെച്ച് നോക്കുകയാണെങ്കിൽ പരാഗ് പരീഖിന് കുറച്ചുകൂടെ കൺസർവേറ്റീവ് ആയിട്ടുള്ള, അതായത് ടോപ്പ് ആയിട്ടുള്ള കമ്പനീസിലും കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിട്ടുള്ള കമ്പനീസിലുമാണ് ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. HDFC എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ അഗ്രസീവ് ആയിട്ടുള്ളതാണ് ഇവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് റിസ്കിനെ ഇവർ എൻ്റർടൈൻ ചെയ്യുന്നുണ്ട്. ഇനി എക്സിറ്റിനെ പറ്റി നമുക്ക് പറയുകയാണെങ്കിൽ പരാഗ് പരീഖിൽ എപ്പോഴും ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് ഇവർ കൂടുതലും ലോങ് റൺ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ് ഇവർ പ്രിഫർ ചെയ്യുന്നത്. അതായത് ഇടയ്ക്ക് വെച്ച് നമുക്കിത് നിർത്തുന്നതിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ക്വിറ്റ് ചെയ്ത് പോകുന്നത് ഇവർ ഒത്തിരി എൻകറേജ് ചെയ്യുന്നില്ല. നേരെ തിരിച്ച് HDFC എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണ്, നമുക്ക് എപ്പം വേണമെങ്കിലും നമുക്കിത് റിഡീം ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമുള്ള വീഡിയോ ആണ്. അപ്പം ഇത് നോക്കി നിങ്ങളുടെ മാർക്കറ്റിലെ ഇപ്പോഴത്തെ അപ്സ് ആൻഡ് ഡൗൺസും അതുപോലെ തന്നെ മാർക്കറ്റിലെ ട്രെൻഡും കൂടെ നോക്കി കുറച്ചും കൂടെ റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളൊരു ഡിസിഷൻ എടുക്കാവുള്ളൂ. പക്ഷേ നിങ്ങൾ ആ എടുക്കുന്ന ഡിസിഷനിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ ബൈ.